വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മില്ലറ്റ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. ചാമേരി എന്ന് പറയുമല്ലോ, ചാമേരി കൊണ്ടുള്ള ഉപ്പുമാവാണ്. ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഹെൽത്തിന് വളരെ നല്ലതാണ്, ഡയബറ്റിക് പേഷ്യൻ്റ് നല്ലതാണ്, അല്ലാതെ എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഈ മില്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ അരി കുറച്ചിട്ട് ഞാൻ കുറച്ച് മില്ലറ്റിലോട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ചാമേരി ഞാൻ നീറ്റായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുതിർക്കാനായിട്ടിടണം. അപ്പം ഞാൻ വന്നിട്ട് ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് ഇടുകയാണ് കേട്ടോ. കുറഞ്ഞത് ഒരു 20 മിനിറ്റ്, നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ 20 മിനിറ്റ് കുതിർത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. പക്ഷേ ഈ മില്ലറ്റൊക്കെ കുറേ സമയം ഒരു 6 മണിക്കൂർ വരെയൊക്കെ കുതിർക്കാൻ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം ഞാനിത് രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കണ്ടോ, സവാള വന്നിട്ട് വലിയൊരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊടിപ്പൊടിയായിട്ട്, ഒരു ക്യാരറ്റിൻ്റെ പകുതി, പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും ചേർക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുന്നു. അതിനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായ ഉടനെ നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർക്കാം. ചേർത്തിട്ടുണ്ട്. പരിപ്പൊക്കെ ഒന്ന് ചൂടാവണം. ഇനിയിപ്പോൾ നമ്മളിതിൽ ഈ പരിപ്പുകളുടെയൊക്കെ നിറം ചെറുതായിട്ടൊന്ന് മാറണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ സവാള, അതേപോലെ ക്യാരറ്റ്, ഇതെല്ലാം കൂടെ ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴട്ടിയേക്കാം. ഒരുപാട് അങ്ങ് ചുമക്കെ വഴട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മുടെ ആ ചാമേരി വേവിക്കാനായിട്ടിടുമ്പോൾ കുറച്ചുകൂടി വേഗം. അതുകൊണ്ട് ഒരു പകുതി വരെ വഴട്ടിയാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴട്ടിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കുന്നേ. ഈ ഉപ്പുമാവിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ചട്നി കൂട്ടി കഴിക്കാം. ഞാനിന്ന് പുതിന ചട്നിയാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കണ്ടോ, അത് പകുതി കൂടുതൽ വഴണ്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിതിൽ വെള്ളം ചേർക്കണം. 1 കപ്പ് ചാമേരി എടുക്കുകയാണെങ്കിൽ 2.5 കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ. 2 കപ്പ് ചേർത്താലും മതി. പക്ഷേ 2.5 കപ്പ് ചേർക്കുമ്പോഴേ കുറച്ചുകൂടെ നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ അനുഭവമാണ്. 2.5 കപ്പ് ചേർക്കുമ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഓക്കെ, ഈ വെള്ളത്തിൽ തന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നേ, ഒരു നിറവും കിട്ടും. അതുപോലെ നല്ല ഹെൽത്തിന് നല്ലതാണല്ലോ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ മഞ്ഞ നിറത്തിയിരിക്കും. അത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ള കളറിലിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ വെള്ളത്തിൽ തന്നെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ ചാമേരി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് മുഴുവനും അതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് വേവിക്കാൻ കേട്ടോ. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇത് വേഗത്തില്ല, വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, വേഗത്തുമില്ല. അത് കാരണം ഫ്ലെയിം വന്നിട്ട് ലോ ഫ്ലെയിമിൻ്റെ അടുത്ത് വെച്ചാൽ മതി കേട്ടോ. നല്ല രീതിയിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ചാമേരിയും നല്ല രീതിയിൽ വെന്ത് കിട്ടും. അടച്ച് വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തോണേ. കണ്ടോ, വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വെറുതെയും കഴിക്കാം. എന്നുവെച്ചാൽ എരിവൊക്കെ ഉണ്ടല്ലോ അതിൽ, പച്ചമുളക്, ഉപ്പ് എല്ലാം ഉണ്ടല്ലോ. ഒരു 8 മിനിറ്റ് വേവിക്കേണ്ടി വരും കേട്ടോ.
കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ് അതിനകത്ത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. നിങ്ങൾ ആ കണക്ക് നോക്കണ്ട വെച്ചാൽ ഓരോ തീ ഓരോ രീതിയിലാണ്, ചൂടാണ്. അപ്പോൾ ഈ വെള്ളം അത്രയും വറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ ചാമേരിയും വെന്തിരിക്കും. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില അവസാനം ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടിരിക്കും. കണ്ടോ, നമ്മുടെ ചാമേരി കൊണ്ടുള്ള ഉപ്പുമാവ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.